welcome back to my YouTube channel. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നേക്കുന്നത് ഫുഡിന്റെ വീഡിയോയ്ക്കാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മീനമാസ് കിച്ചണിൽ നിന്നും വാങ്ങിയിട്ടുള്ള പിക്കിൾസിന്റെ റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മീനമാസ് കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ ഓസി ടോക്കീസിലെ ദിയ കൃഷ്ണയുടെ മദർ ഇൻ ലോ ആണ്. സോ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവരുടെ അടുത്തുനിന്ന് പിക്കിൾസ് പർച്ചേസ് ചെയ്തതും വീഡിയോ ചെയ്തതുമെല്ലാം. അടിപൊളി ടേസ്റ്റിലുള്ള പിക്കിൾസ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കാണാം. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പിക്കിൾസ് എന്ന് പറയുന്നത് ലൈമും അതുപോലെ മാംഗോയും ബിറ്റർ ഗാർഡും ആയിരുന്നു. പാവയ്ക്കയും മാങ്ങയും നാരങ്ങയും 3 പിക്കിൾസ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നാരങ്ങയ്ക്കായിരുന്നു എന്ന് തോന്നുന്നു ലീക്കേജിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ കുറച്ച് ലീക്ക് ആയിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അതുപോലെ തന്നെ ലൈം പിക്കിളിന് കുറച്ച് സോൾട്ടി ആയിട്ട് തോന്നി. പക്ഷെ അത് നമ്മൾ ഫുഡിന്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല. പക്ഷെ പിക്കിൾ മാത്രമായിട്ട് ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് സോൾട്ട് മുന്നിൽ നിൽക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ആ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് കൂടാണ്ട് ഞാൻ അവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതായത് പുറത്തുനിന്ന് എപ്പോഴും പിക്കിൾസ് ഒക്കെ വാങ്ങാറുള്ളതാണ്. കാരണം എന്താണെന്ന് പറയുക, വീട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഒത്തിരി നാൾ നിൽക്കുന്നില്ല. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് പിക്കിൾസ് വാങ്ങാറുള്ളതാണ്. അപ്പൊ അങ്ങനെ വാങ്ങിയിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവരുടെ പ്രൊഡക്റ്റ് ആണ്. ഫുൾ ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ടോപ്പ് ടു ബോട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പിക്കിളിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു തമിഴ്നാട് ടച്ചുള്ള പിക്കിൾസ് ആണെന്ന് കൂടി വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പിക്കിൾസിന്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ സാധനം കൂടി ഞാൻ അവരുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാനൊക്കെ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണുക. സോ നോ ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ ഞാൻ എന്റെ ലിങ്ക് താഴെ കൊടുക്കുന്ന ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ അൺപാക്കിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാക്കേജിങ്. പിന്നെ സൈഡിലായിട്ട് അതിനെ ഞാൻ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നോടം വരെ ഉള്ള ഒരു അതിനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടാവാഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇത് കിട്ടിയിട്ട് 2 days ആയി. അപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പൊട്ടിച്ച് ടേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമന്റ്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതായത് യൂസ് ചെയ്ത സ്പൂൺ തന്നെ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വായിലിട്ട സ്പൂൺ വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ പൂത്തു പോകുന്നൊക്കെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദ കമന്റ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കാണിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് തിരുത്തി തരാനുള്ള ഒരു റെസ്പോൺസ് തിരുത്തി തരാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്റെ മിസ്റ്റേക്കും വരുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ പറയാം. സോ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഇന്നെന്ന് പറയുന്നത്. ഇത്തവണ 3 പിക്കിളും പിന്നെ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് വത്തക്കുളമ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതാണ് വത്തക്കുളമ്പ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ ഒരു കറുത്തൊരു ബോൾ പോലത്തെ സാധനം. ഞാനപ്പം ഇതിങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിൽ സുണ്ടക്കായ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ചെറിയ ചെറിയ മുന്തിരിക്കൊല പോലുള്ള സംഭവം. അപ്പൊ അത് ഡ്രൈ ചെയ്തത് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ചേർത്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാനിത് ഇത്തവണ നമുക്ക് അറിയാം ഒരു വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവരുടെ ഡെയിലി അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിന്റെ ലിസ്റ്റ് തരുന്നു. കഴിഞ്ഞ ലിസ്റ്റില്ലാത്ത കുറെ ഐറ്റംസ് ഇത്തവണത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടതായിരുന്നു ഈ വത്തക്കുളമ്പ്. അപ്പൊ ഞാൻ മീനമ്മയോട് ചോദിക്കുകയും ചെയ്ത് എന്താണ് വത്തക്കുളമ്പ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അതിങ്ങനെ ചോറിന്റെ കൂടെ സൈഡായിട്ട് ഒഴിച്ചുകൂട്ടി കഴിക്കുന്ന ഒരു കൈൻഡ് ഓഫ് കറിയാണ്. അപ്പൊ ഞാനോർത്തു പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ. കാരണം അവരുടെ ടേസ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. കിട്ടിക്കഴിയുമ്പോൾ കൊള്ളത്തില്ലാതെ വരും എന്നുള്ളൊരു പ്രശ്നം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടൊമാറ്റോ പിക്കിളാണ്.
സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് തക്കാളി കൊണ്ടുള്ള ഒരു അച്ചാർ എന്ന് പറഞ്ഞ ഐറ്റം എന്ന് പറയുന്നത്. ഞാനിതൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ടും കൂടി പറയുന്നത്. അപ്പൊ ടൊമാറ്റോ പിക്കിൾ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. പിന്നെ അവരുടെ അടുത്ത് ഒനിയൻ പിക്കിളുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പൊ ടൊമാറ്റോ പിക്കിളുണ്ട്, വത്തക്കുളമ്പുണ്ട്, പിന്നൊരു സൂപ്പർ സാധനം എന്ന് പറയുന്നത് ഡൊണ്ടൻ മുളക് പിക്കിൾ. നമുക്കറിയാം ഈ ചില്ലി, അതായത് ഇങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് കാന്താരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അച്ചാറിടുന്ന സമയത്ത്, എന്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിലൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര അങ്ങനത്തെ സംഭവങ്ങളെ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഫ്രഷ് ഡൊണ്ടൻ മുളക് കൊണ്ടുള്ള പിക്കിളാന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിന് പുളി ഉപ്പ് ഒക്കെയാണ് മുന്നിട്ടെങ്കിൽ, അതായത് നമ്മുടെ മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറ് പോലെ ആ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കളറിലാണ് വരുന്നത്. കാരണം ഇതൊരു മുളക് പിക്കിളായത് നമുക്കറിയാം, കാന്താരി ഒന്നും നമ്മൾ പിക്കിളിടാൻ നേരത്ത് നമ്മൾ അതിൽ വേറെ ചില്ലി പൗഡർ ആഡ് ചെയ്യത്തില്ല. പക്ഷെ പച്ചമുളകൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഫ്രഷ് ടൊണ്ടൻ മുളക് പിക്കിളായതുകൊണ്ട് തന്നെ ആ മുളകിന്റെ എരിവ് തന്നെ നന്നായിട്ടുണ്ട്. അപ്പൊ സ്പൈസി ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള പിക്കിളാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ സാധാരണ നമ്മുടെ നെല്ലിക്ക അച്ചാർ, ആംല പിക്കിളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പിക്കിളിന്റെ മുകളിലും അവര് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് ടിഒ എന്നുള്ളത് ടൊമാറ്റോ പിക്കിൾ, എ എഴുതിയിട്ടുള്ളത് ആംല, DM എന്നുള്ളത് ഡൊണ്ടൻ മുളക് പിക്കിള്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വത്തക്കുളമ്പ്. എന്താണെന്നറിയില്ല, എനിക്ക് ആ സംഭവം അതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. നമ്മൾ കേരളത്തിലായിരുന്നു അതുവരെ കുക്കിംഗ് വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ തന്നെ തമിഴ്നാട് കുക്കിംഗ് വീഡിയോസിലാണ്, അതായത് തമിഴ് കുക്കിംഗ് വീഡിയോസിലാണ് ഈ വത്തക്കുളമ്പ് റെസിപ്പി. അപ്പൊ ഏത് തന്നെ അറിയാലോ, വത്തക്കുളമ്പ് എന്നൊക്കെ പറയുന്നത് തമിഴ് സ്റ്റൈലാണ്. സോ ഇത്രയും ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 ഗ്രാം ബോട്ടിൽസ് ആണ്. ഒരു ബോട്ടിലിന് റേറ്റ് വരുന്നത് 150 റുപ്പീസ് ആണ്. ഇത് 4 150 റുപ്പീസ് തന്നെയാണ്. അപ് ടു 1 kg ആയിട്ടുള്ള ഓർഡർ ആണെന്നുണ്ടെങ്കിൽ 50 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും. അതിന് മേളിലോട്ടാകുമ്പോൾ അതിനനുസരിച്ച് കൂടും. കേരളയാണെങ്കിൽ അപ് ടു 1 kg 100 റുപ്പീസ് ആണ് കൊറിയർ ചാർജ് വരുന്നത്. വീഡിയോയിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഇത്തവണ കുറച്ചുകൂടി പിക്കിൾസ് ഐറ്റംസ് ആണെങ്കിലും സിറപ്പ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും കൂടുതൽ ആഡഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ടേസ്റ്റിംഗ് സെക്ഷനിലോട്ട് പോയാലോ. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ ഒരു സ്പൂൺ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇത്തവണ ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ്. കാരണം അതെന്റെ ഫസ്റ്റ് ടൈം പിക്കിൾ റിവ്യൂ വീഡിയോ ആയിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം തിരുത്തിക്കൊണ്ട് ഞാനിവിടെ പിക്കിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 ബോട്ടിൽസ് ആണ് ഉള്ളത്. പ്ലസ് ഞാനൊരു പ്ലേറ്റും കൂടി കരുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഓരോ സ്പൂൺ വെച്ച് ആഡ് ചെയ്തിട്ട് കഴിച്ചു നോക്കിയാലോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ പിക്കിളാണ്. ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാനിത് പൊട്ടിച്ചായിരുന്നു. കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല അച്ചാറാണ്. അതുകൊണ്ട് അതൊരു തൊടുകറിയാണ്. നമ്മൾ കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല. ചോറിന്റെ കൂടെ ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി. അപ്പൊ അത് ഒരു സൈഡിൽ ഇരിക്കട്ടെ. അടുത്തത് നമ്മുടെ ഡൊണ്ടൻ മുളക് പിക്കിൾ. ആംല പിക്കിൾ. ഇവരുടെ പിക്കിൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നമ്മൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ, ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ. ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലയിടത്ത് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബേക്കറീസിലൊക്കെ നമ്മള് ലൈം, സോഡ ലൈം അല്ലെ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബാക്കി വരുന്ന നാരങ്ങയുടെ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ട് പോയി അത് അച്ചാറിട്ട് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ആ നാരൊന്നും ഇല്ലാണ്ടായിരിക്കും നമുക്ക് ആ പിക്കിള് കിട്ടുക. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നല്ല ഫ്രഷ് ആയിട്ട്, എനിക്ക് എന്താ പറയുക, പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് ഞാൻ എന്റെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നല്ല പിക്കിളൊക്കെ വാങ്ങിക്കണം. ഇപ്പൊ അബ്രോഡൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അറിയത്തില്ലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്റെ മീൻ അതുപോലെ മീറ്റ് കൊണ്ടുള്ള പിക്കിളൊക്കെ ഇരിക്കും കുറെ നാളത്തേക്ക്. പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതുപോലെ ഇരിക്കാറില്ല. ഇപ്പൊ മാങ്ങയൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലുത്ത് എന്ന് പറയത്തില്ലേ, അതിപ്പോ നമ്മള് എങ്ങനെ ചെയ്തിട്ടും അത് എനിക്കിതുവരെ റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ പിക്കിൾസ് വാങ്ങി നമ്മളെ ഓരോ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്.
അതുകൊണ്ടാണ് ഞാൻ ഇത് എപ്പോഴും ഇവിടുത്തെ ഞാൻ ചെയ്യാൻ കാരണം ഇവിടുത്തെ വാങ്ങിച്ചിട്ടാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. വേറെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. എനിവേ ഇതല്ലാണ്ട് നല്ല സ്ഥലം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വത്തക്കുളമ്പ്. ഇത് ശരിക്കും നമ്മുടെ വറുത്തരച്ച ആ ഒരു കറി പോലെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയണത്. മിക്സ് ചെയ്ത് എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ ഇതെല്ലാം തന്നെ പിന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നല്ലെണ്ണയിലുമാണ് കേട്ടോ. അതിന്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് വത്തക്കുളമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സുണ്ടക്കായി. ഇത് ഡ്രൈ ചെയ്ത സുണ്ടക്കായി ഇതിൽ വറുത്ത് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ അതിന്റെ കുക്കിംഗ് വീഡിയോ നോക്കിയപ്പോഴത്തേക്കും അതിൽ അങ്ങനെയാണ് കണ്ടത്. ഇപ്പൊ ഇവരുടെ എങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല, ബട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ചോറും കൂടി വേണ്ടതായിരുന്നു. ഇങ്ങനെയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് പുളിയുള്ള റെസിപ്പിയാണ്. സ്പൈസി ആയിട്ടുണ്ട്. സ്പൈസിനെസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു വറുത്തരച്ച ടൈപ്പ് ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. പിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ ഐറ്റം എന്ന് പറയണത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ കഴിക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ അതാണ് വത്തക്കുളമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ഒരു സാധനമാണ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ചോറിന്റെ കൂടെ കഴിക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാത്തിന്റെയും കൂടെ പോകും. ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ടൻ മുളക് പിക്കൽ. നമുക്ക് പേര് കേൾക്കുമ്പോഴത്തേക്കും എന്താണ് ഭയങ്കര എരിവായിട്ടൊക്കെ തോന്നും. നമ്മുടെ കാന്താരി അത്രയും സ്പൈസി ആയിട്ടുള്ള ഒരു പിക്കിളല്ല, നല്ല പുളിയുണ്ട്. എനിക്ക് തോന്നണത് വിനീഗർ ഒഴിച്ചിട്ടുള്ള ആ ഒരു പുളിയല്ല കേട്ടോ ഇതിന്. നമ്മുടെ വാളംപുളി പിഴിഞ്ഞൊഴിച്ച ആ ഒരു പുളി ഉണ്ടല്ലോ, ആ കൈൻഡ് ഓഫ് ടേസ്റ്റ് ആണ് വരുന്നത്. എരിവാണെങ്കിലും ഒക്കെ മുളക് പിക്കിളാണെന്നുണ്ടെങ്കിൽ പോലും ഇതിന് പാകത്തിന് എരിവേ ഉള്ളൂ. അപ്പൊ അതാണ് ഡോണ്ടൻ മുളക് പിക്കിള്. നെക്സ്റ്റതാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ, ടൊമാറ്റോ പിക്കിൾ. ഇത് നല്ല എന്താ പറയുക, നല്ല വഴറ്റി 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 അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പിക്കിളാണ്. അപ്പൊ ഇതില് ഇങ്ങനെ നമ്മുടെ കുറച്ച് എന്താണ് ഡ്രൈ കൺസിസ്റ്റൻസിയിലുള്ളതാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടോ ഒരു ചട്നി ആ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടൊമാറ്റോയുടെ ടേസ്റ്റ് ഉണ്ട്, സ്പൈസി ആണ്, ഒരു എന്താ പറയാ പുളിരസം ഉണ്ട്. അങ്ങനെ ഓവറോൾ ഒന്നും പറയാനില്ല. ഞാനൊരു 10 out of 10 കൊടുക്കുന്ന പിക്കിളാണ് ഈ ടൊമാറ്റോ പിക്കിൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ സാധാ നെല്ലിക്ക പിക്കിൾ. ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ നെല്ലിക്കയുടെ, അതായത് ആ ക്രഞ്ചിനെസ്, ഇതെല്ലാം ഇവര് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആക്കി തരുന്നതാണ്. ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ച ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് കിട്ടും. ചോദിച്ചപ്പോഴത്തേക്കും ഡോണ്ടൻ മുളക് പ്രിപ്പയർ ആവുന്നത് കൊണ്ടാണ് ആ ഒരു ഡിലേ വന്നതെന്നാണ് പറഞ്ഞത്. ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്രഞ്ചി, ആ ഒരു നെല്ലിക്കയുടെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടല്ലോ, അത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഈ 4 ഐറ്റംസും എനിക്ക് ഒന്നും പറയാനില്ല. എല്ലാത്തിനും ഞാൻ കഴിഞ്ഞ തവണ എനിക്ക് ആ ലീക്കേജ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടും കുറച്ച് ഉപ്പ് കൂടി പോയെന്നൊക്കെ തോന്നിയത് കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു നെഗറ്റീവ് കമന്റ്സും പറയണം. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഞാൻ അതിന്റെ പാക്കേജിങ് അൺബോക്സിങ് വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ബബിൾ റാപ്പ് ചെയ്ത് നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടായിരുന്നു ഒരു പാക്കേജിങ്ങും അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ യാതൊരു ലീക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ ആ ഒരു കവറേജ് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് അതും കൂടി കൊണ്ടു നോക്കും. അപ്പൊ ഇതിൽ ഉൾപ്പെടുത്താത്ത പിക്കിൾസ് ആണ് ഞാൻ അതിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഹോണസ്റ്റ് ആയിട്ടുള്ള അതിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്തത്. പിന്നെ അറിയാലോ, ഫുഡ് ഐറ്റം ആയതുകൊണ്ട് ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ചിലർക്ക് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഇഷ്ടപ്പെടണം എന്ന് ഇല്ല. ബട്ട് ഓവറോൾ അതായത് പിക്കിൾസ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye from Lakshmi.